വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ റേഷൻ കടകളിൽ നിന്നെല്ലാം കിട്ടുന്ന കറുത്ത കടല വെച്ചൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. നമുക്കിതിനെ കടലവടയെന്നോ പരിപ്പുവടയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മളെ മക്കളെല്ലാം ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന അവസരമായതിന് അവർക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ വടയ്ക്ക് ആവശ്യമായ കടല നമുക്ക് തലേ ദിവസമേ രാത്രി കുതിർക്കാൻ ഇട്ട് കൊടുക്കാം. ഞാനിത് രാവിലെയാണ് ഇട്ട് കൊടുത്തത്. ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും നമ്മുടെ കടല വെള്ളത്തിൽ കുതിർത്ത് കിട്ടണം. നല്ലതുപോലെ കുതിർന്നാൽ മാത്രമേ നമ്മുടെ കടല ഒന്ന് വീർത്ത് വരത്തുള്ളൂ. അതിനായിട്ട് നമ്മളിതാ കടല ഒരു 5 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് ഇത് കാണുന്നത്. നമുക്കിതിനെ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം. ഞാനിത് നേരിട്ട് നമ്മുടെ ഒരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ ചതച്ചെടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പുടയ്ക്കല്ലേ നമുക്ക് പരിപ്പ് കടിക്കാൻ കിട്ടില്ല, അതുപോലെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒന്ന് ചതച്ചെടുക്കുന്നത്. നമ്മൾ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മതിയാകും, കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ബാക്കി കടലയും കൂടി നമുക്ക് ഈ ജാറിലോട്ടിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. പരിപ്പിലിട്ട് വെച്ചിരുന്ന നമ്മളെ വെള്ളം നല്ലതുപോലെ തോർന്ന് കിട്ടും. ഞാനിവിടെ നേരിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കാം. ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ബൗളിലോട്ട് ബാക്കി ബാലൻസ് ഞാനിവിടെ മിക്സി ബൗളിലോട്ട് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമായി കുറച്ച് മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പച്ചമുളക് എരിവിന് ആവശ്യത്തിന് നിങ്ങൾ ചേർക്കാം കൂടുതൽ. ഞാനൊരു 4 വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചി, ഒരു 1/2 പീസ് സവാള. കൊച്ചു സവാളയാണെങ്കിൽ നമുക്ക് മുഴുവൻ ഇട്ട് കൊടുക്കാം. നമുക്കിത് അരച്ചും ചേർക്കാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരച്ചാണ് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ചതച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ നമുക്ക് കൂടുതൽ മുളക് പൊടിയോ പച്ചമുളകോ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതും കൂടെ നേരത്തെ ബൗളിൽ മിക്സ് ചെയ്തെടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇടേണ്ടത്. ഞാനിവിടെ ഒരു നോർമൽ രീതിയിലാണ് ഇവിടെ എരിവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടുതലുമല്ല കുറവുമല്ലാത്ത രീതിയിലാണ്. ഇനി ആവശ്യത്തിന് നമ്മളുടെ ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിനായിട്ട് നമ്മളുടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണം. കായപ്പൊടി. നമുക്ക് സാമ്പാറിലെല്ലാം ആഡ് ചെയ്യുന്ന കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ മിക്സിന് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടല നമ്മൾ ഒരു അരിപ്പയിലിട്ട് വെള്ളം ഊറ്റിയെടുത്തിരുന്നെങ്കിൽ ഇത്രയും വെള്ളത്തിൻ്റെ അംശം വരില്ലായിരുന്നു. ഞാൻ നേരിട്ട് മിക്സി ഇട്ടത് കൊണ്ടാണ് ഇത്രയും വെള്ളത്തിൻ്റെ അംശം വന്നത്. അതിനാൽ ഞാൻ അതിൻ്റെ വെള്ളാംശം മാറ്റാനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ വെള്ളത്തിൽ പിടിച്ചു വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതിവിടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മളുടെ വട നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഓവർ കട്ടി പാടില്ല. കട്ടിയായിട്ടിരുന്ന നമ്മളുടെ വട ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല. നമ്മൾ കടലയെല്ലാം പച്ചക്കടല ആയതിനാൽ നല്ലതുപോലെ വെന്ത് കിട്ടണം. അതിനായിട്ട് കട്ടിയില്ലാത്ത രീതിയിൽ വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ.
ഞാനിത് ഇതേ ലെവലിലാണ് എടുക്കുന്നത്. ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതേ ഷേപ്പാകുമ്പോൾ കുട്ടികൾക്കെല്ലാം നമുക്ക് പറ്റിക്കാം. പരിപ്പോടെയാണെന്ന് കൊടുക്കുകയും ചെയ്യാം. കടലക്കറി വയ്ക്കുമ്പോൾ കഴിക്കാൻ മടിയുള്ള കുട്ടികളെല്ലാം നമുക്ക് ഇതേ രീതിയിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടികളെല്ലാം വീട്ടിൽ നിൽക്കുന്ന അവസരമായതിനാൽ എപ്പോഴും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അവർക്ക് തോന്നും. ഈ അവസരങ്ങൾ നമുക്കിതുപോലെ എന്തെങ്കിലും ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. എന്തായാലും ഈ കടല എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി വെറൈറ്റി ഐറ്റമാണിത്. കൊച്ചു മക്കൾ പോലെയല്ല, മുതിർന്നവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഹെൽത്തി ഈവനിങ് സ്നാക്കാണ്. ചൂട് ചായയുടെ കൂടെയോ സുലൈമാനിയുടെ കൂടെയോ കൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. നമ്മൾ ഈ വട ലോ ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വട പുറമേ നല്ലതുപോലെ ക്രിസ്പി ആയിരിക്കും, ഉള്ളൊക്കെ വേകാണ്ടിരിക്കുകയും ചെയ്യും. അതിനാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. നല്ല മൂത്ത് കിട്ടുമ്പോഴത്തേക്കായിരിക്കും നമ്മളെ വടയ്ക്ക് കൂടുതൽ ടേസ്റ്റി ആയിരിക്കുന്നത്. ചൂട് ചായയുടെ കൂടെ നല്ല ചൂട് വട കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു സൈഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമ്മളുടെ വടകൾ ഓരോന്നായിട്ട്. നല്ല ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്ക് വേണം നമ്മളിത് വറുത്ത് കോരേണ്ടത്. ഗോൾഡൻ നിറമാകുന്നവരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനാണ് ചാൻസ്. അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നമ്മളെ പ്ലേറ്റ് കാലിയാകുന്നതും അറിയാൻ കഴിയില്ല. അത്രയ്ക്ക് ടേസ്റ്റിയുള്ള ഒരു അടിപൊളി വടയാണിത്. കടല വടയെന്നോ പരിപ്പ് വടയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം നമുക്കിതിനെ. കടല എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. അങ്ങനെ നമ്മുടെ വടകളെല്ലാം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ വടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബാച്ച് ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സൂപ്പർബായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചായയുടെ കൂടെയാണ് ഞാനിതിവിടെ സെർവ് ചെയ്യുന്നത്. കുറച്ച് ടൊമാറ്റോ സോസ് കെച്ചപ്പ് വെച്ച് നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികളെല്ലാം കഴിക്കുന്ന, മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.